ഹായ്, ഞാനിപ്പോഴത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. എൻ്റെ ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ എൻ്റെ സ്വന്തം നാടായ കുത്തനൂരിലേക്കാണ്. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് കൊല്ലങ്കോടും നെല്ലിയാമ്പതിയും മലമ്പുഴയും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇതൊന്നുമല്ലാതെ അധികമാരും അറിയാത്ത ഒരുപാട് മനോഹരമായ ഗ്രാമങ്ങൾ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലുണ്ട്. അതിലൊന്നാണ് നമ്മളിന്ന് പോകുന്ന കുത്തനൂർ എന്ന ഗ്രാമം. പാലക്കാട് ടൗണിൽ നിന്നും 22 കിലോമീറ്റർ ഉണ്ട് കുത്തനൂരിലേക്ക്. ഇപ്പോഴും ആ ഒരു പഴമ നിലനിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കും. പഴയ അമ്പലങ്ങളും തറവാടുകളും അതേപോലെ പഴയ കടകളും നെൽപ്പാടങ്ങളും തുടങ്ങിയ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ കാണാനുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ വിശദമായി പറഞ്ഞുതരാം. സമയം രാവിലെ 7 മണി കഴിഞ്ഞു. പാലക്കാട് നിന്ന് കുത്തനൂരിലേക്ക് നിരവധി പ്രൈവറ്റ് ബസ്സുകളുണ്ടെങ്കിലും എൻ്റെ ഇന്നത്തെ യാത്ര നമ്മുടെ സ്വന്തം ആനവണ്ടിയിലാണ്. ഈ റൂട്ടിൽ അങ്ങനെ അധികം KSRTC ബസ് സർവീസ് ഇല്ല. പാലക്കാട് നിന്ന് രാവിലെ 7:15 കുത്തനൂരിലേക്കുള്ള ഒരു KSRTC ബസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇതാണ് നമുക്ക് പോകാനുള്ള നമ്മുടെ ബസ്. ഈ ഒരു ബസ് തോലന്നൂർ വരെ പോകുന്ന ബസ്സാണ്. അതായത് കുത്തനൂർ കഴിഞ്ഞ് വീണ്ടും ഒരു 6 കിലോമീറ്റർ ഉണ്ട് തോലന്നൂരിലേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ബസ്സിന്റെ അവസാന സ്റ്റോപ്പായ തോലന്നൂർ വരെ പോയിട്ട് ഈ ഒരു ബസ് റിട്ടേൺ വരുന്ന സമയത്താണ് ഞാൻ കുത്തനൂർ ഇറങ്ങിയത്. അങ്ങനെ 7:15 സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ബസ് എടുത്തു. ട്രാവൽ വിത്ത് നവീൻ അബി. നമ്മുടെ ഈ ഒരു ബസ്സിന്റെ റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് നിന്ന് ആരംഭിച്ച് കണ്ണന്നൂർ, കുഴൽമന്നം, പുത്തനൂർ വഴി തോലന്നൂരിലേക്കാണ്. പാലക്കാട് നിന്ന് തോലന്നൂർ വരെ ഏകദേശം 28 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒരാൾക്ക് 35 രൂപയാണ് ബസ് ചാർജ്. പിന്നെ നമ്മുടെ ബസ്സിൽ ഡ്രൈവറായിട്ട് കാസിം ചേട്ടനും കണ്ടക്ടറായിട്ട് രാധാകൃഷ്ണൻ ചേട്ടനുമായിരുന്നു. വീഡിയോ എടുക്കുന്നതിനായി നല്ല സപ്പോർട്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നുള്ള നിരവധി ബസ് യാത്രകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോഴും പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നും നിരവധി ഉല്ലാസയാത്രകളുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പർ കൂടി ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റൈറ്റ് സൈഡായി കാണുന്നത് പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ ഈ ഒരു ബസ് ഈ സ്റ്റാൻഡിൽ കയറില്ല. ഒറ്റപ്പാലം, ഷൊർണൂർ ഭാഗത്തേക്കുള്ള പ്രൈവറ്റ് ബസ് എല്ലാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാലക്കാട് ടൗണിൽ ടോട്ടലായിട്ട് 3 പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. മുനിസിപ്പൽ സ്റ്റാൻഡ്, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പിന്നെ നമ്മൾ ഈ കണ്ട ടൗൺ ബസ് സ്റ്റാൻഡും. നമ്മുടെ കുത്തനൂർ, തോലൂർ ഭാഗത്തേക്കുള്ള പ്രൈവറ്റ് ബസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നാണ്. ഞായറാഴ്ച ആയതുകൊണ്ടും രാവിലെ നേരത്തെ ആയതുകൊണ്ടും ടൗണിലധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന ബ്രിഡ്ജിന്റെ താഴെയായിട്ടാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. പാലക്കാട് ശരിക്കും 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. ഒന്ന് ഈ ഒരു ടൗൺ റെയിൽവേ സ്റ്റേഷനും പിന്നൊന്ന് പാലക്കാട് ജംഗ്ഷനും. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒലോക്കോടിലാണ്. പാലക്കാട് ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് ഒലോക്കോടിലേക്ക്. പാലക്കാടിലെ മെയിനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിരവധി ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളിപ്പോൾ മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് എത്തി. ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് തോലന്നൂർ ഭാഗത്തേക്കുള്ള പ്രൈവറ്റ് ബസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് കുറേ കാലമായി. ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ റിനോവേഷൻ ആരംഭിച്ചിട്ട് ഒരുപാട് നാളായി. ഈ ഒരു മുനിസിപ്പൽ സ്റ്റാൻഡിൽ നമ്മുടെ ബസ് ഒരു 5 മിനിറ്റ് നിർത്തിയിടും. ഇവിടെ നിന്നാണ് കുത്തനൂർ, തോലന്നൂർ ഭാഗത്തേക്കുള്ള പ്രൈവറ്റ് ബസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പണ്ടൊക്കെ കോഴിക്കോട്, മലപ്പുറം ഭാഗത്തേക്കുള്ള ബസ്സെല്ലാം ഈ ഒരു മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നായിരുന്നു. പിന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡ് റിനോവേഷൻ്റെ ഭാഗമായി പൊളിച്ചതുകൊണ്ട് ഇവിടെ നിന്നുള്ള എല്ലാ ബസ്സുകളും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു. പിന്നീട് ഇവിടുത്തെ കുറച്ച് വർക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ബസ്സെല്ലാം വന്നു തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു ബസ് സ്റ്റാൻഡ് കംപ്ലീറ്റ് വർക്കെല്ലാം കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടില്ല. ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഈ കാണുന്ന വഴി നേരെ പോയാൽ നമുക്ക് പാലക്കാട്ടിലെ പൂ മാർക്കറ്റിലേക്ക് എത്താം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ബസ് അവിടെ നിർത്തും.
ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബസ്സിൽ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഒരു ഗ്രാമീണ നഗരമാണ് പാലക്കാട്. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല കൂടിയാണ് പാലക്കാട്. 2006 മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടായിരുന്നു. പക്ഷേ 2023 മുതൽ എറണാകുളത്തെ കുറച്ച് സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയോട് ചേർത്തതോടെ ഇപ്പോൾ ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല. അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് എത്തി. കുത്തനൂരിലേക്കുള്ള എല്ലാ ബസ്സും ഈ ഒരു സ്റ്റേഡിയം സ്റ്റാൻഡിൽ കയറിയിട്ടാണ് പോകുന്നത്. പാലക്കാട് ടൗണിലെ മെയിൻ ബസ് സ്റ്റാൻഡാണ് ഈ ഒരു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. തൃശ്ശൂരിലേക്കുള്ള പ്രൈവറ്റ് ബസ്സുകളെല്ലാം ഉള്ളത് ഈ ഒരു സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നാണ്. അതേപോലെ തന്നെ കഞ്ചിക്കോട് വാളയാർ ഭാഗത്തേക്കും പിന്നെ പാലക്കാട് ജില്ലയിലെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നായ മലമ്പുഴയിലേക്കുമുള്ള പ്രൈവറ്റ് ബസ്സുകളെല്ലാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് മലമ്പുഴ ഡാമിലേക്ക് നിരവധി ബസ് സർവീസുകളുണ്ട്. പാലക്കാട് നിന്ന് മലമ്പുഴ വരെ ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലും നമ്മുടെ ഈ ഒരു ബസ് ഒരു 5 മിനിറ്റ് നിർത്തിയിടും. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ബസ്സിൽ കയറാം. അങ്ങനെ അവിടുന്ന് 7:40 നമ്മുടെ ബസ് എടുത്തു. പിന്നെ ഈ ഒരു യാത്രയിലെ മാക്സിമം കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. ഈ കാണുന്ന സിഗ്നലിന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് ചിറ്റൂർ ഭാഗത്തേക്കും അതേപോലെ തന്നെ കോയമ്പത്തൂരിലേക്കുള്ള NH എത്താം. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോവേണ്ടത്. പാലക്കാട് നിന്ന് ചിറ്റൂരിലേക്ക് ഏകദേശം 20 കിലോമീറ്ററോളം ഉണ്ട്. ആ റൂട്ടിൽ പോയാലും നമുക്ക് പാലക്കാടിൻ്റെ മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഈ ലെഫ്റ്റ് സൈഡായി കാണുന്നത് പാലക്കാട് കോട്ടയാണ്, അതായത് ടിപ്പു സുൽത്താന്റെ കോട്ട. പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് അതിപുരാതനമായ ഈ ഒരു ടിപ്പുവിന്റെ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1766 മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി പണിയെഴുപ്പിച്ച കോട്ടയാണിത്. പിന്നീട് 3ാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഈ ഒരു കോട്ട പിടിച്ചെടുക്കുകയും 1790 അവർ ഇത് പുതുക്കി പണിയുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു കോട്ട ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. പിന്നെ ഈ കോട്ടയുടെ തൊട്ടു മുന്നിലായിട്ട് ഒരു മൈതാനമുണ്ട്. അത് കോട്ട മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് ടിപ്പു സുൽത്താന്റെ ആനകൾക്കും കുതിരകൾക്കും ലയമായിരുന്ന ഈ ഒരു മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങളും എക്സിബിഷനും പൊതുസമ്മേളനങ്ങളും തുടങ്ങിയവ നടത്താൻ ഉപയോഗിക്കുന്നു. പാലക്കാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് ഈ ഒരു പാലക്കാട് കോട്ട. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കോട്ടയിലേക്കുള്ള പ്രവേശനമുള്ളത്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. കോട്ടയ്ക്കകത്ത് ചെറിയൊരു ഹനുമാന്റെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇവിടെ രാപ്പാടി എന്നൊരു ഓപ്പൺ ഓഡിറ്റോറിയവും അതേപോലെ ഒരു ചിൽഡ്രൻസ് പാർക്കുമുണ്ട്. അവിടെ സെപ്പറേറ്റ് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന കോട്ടകളിലൊന്നാണ് പാലക്കാട് കോട്ട. അതുകൊണ്ട് തന്നെ പാലക്കാട്ടിലേക്ക് വരുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട സ്പോട്ടാണിത്. എന്തായാലും ഇവിടുത്തെ വിശദമായ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന റെയിൽവേ ട്രാക്ക് പാലക്കാട് നിന്ന് പൊള്ളാച്ചി മധുര ഭാഗങ്ങളിലേക്ക് പോകുന്ന റൂട്ടാണ്. പാലക്കാട്ടിലെ തന്നെ ഫേമസ് ആയ കൊല്ലങ്കോടും അതേപോലെ മുതലമട റെയിൽവേ സ്റ്റേഷനിലായി വരുന്നത് ഈ ഒരു ട്രെയിൻ റൂട്ടിലാണ്. പാലക്കാട് നിന്ന് മധുരയിലേക്കുള്ള ഈ ഒരു ട്രെയിൻ റൂട്ടിൽ നമുക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. പിന്നെ ഈ റൂട്ടിലാണെങ്കിൽ അധികം ട്രെയിൻ സർവീസ് ഒന്നുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ് എന്ന ട്രെയിൻ പോകുന്നത് ഈ റൂട്ടിലൂടെയാണ്. എന്തായാലും ഈ റൂട്ടിലൂടെ പോകുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ പാലക്കാട് നിന്ന് കൊല്ലങ്കോട്ടിലേക്ക് പോകാൻ നമുക്ക് ട്രെയിനിനേക്കാളും ഏറ്റവും എളുപ്പം ബസ് സർവീസാണ്. കാരണം പാലക്കാട് നിന്ന് നിരവധി പ്രൈവറ്റ് ബസ്സുകൾ കൊല്ലങ്കോട്ടിലേക്കുണ്ട്. ഈ കാണുന്നത് യാക്കര പാലമാണ്. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്ന സമയത്ത്, അതും നമ്മുടെ KSRTCയിൽ പോകുന്ന സമയത്ത് പ്രത്യേക ഒരു ഫീലായിരുന്നു.
ഈ കാണുന്ന യാക്കര ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് കൊടുവായൂർ കൊല്ലങ്കോട് ഭാഗത്തേക്ക് എത്താം. ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമുക്ക് കുത്തനൂരിലേക്ക് പോകുന്നത്. പാലക്കാട് നിന്ന് കൊല്ലങ്കോട്ടിലേക്ക് 25 കിലോമീറ്റർ ഉണ്ട്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് നിരവധി പ്രൈവറ്റ് ബസ്സുകൾ കൊല്ലങ്കോട്ടിലേക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൊല്ലങ്കോട് എന്ന ഗ്രാമം ഫേമസ് ആയതിനു ശേഷം നിരവധി സഞ്ചാരികളാണ് ദിവസവും കൊല്ലങ്കോട്ടിലേക്ക് വരുന്നത്. കൊല്ലങ്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാടിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ് കൊല്ലങ്കോട്. പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും കരിമ്പനകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കൊല്ലങ്കോട് കാണാനുണ്ട്. കൊല്ലങ്കോടിലെ കാഴ്ചകൾ കാണാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൺസൂൺ സമയത്താണ്. പച്ചപ്പിൽ മുങ്ങിയ ആ ഒരു കാഴ്ച കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ കൊല്ലങ്കോട് അധികം ടൂറിസ്റ്റുകളൊന്നും എത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് കാഴ്ചപ്പറമ്പ് സിഗ്നലാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന റൂട്ട് കോയമ്പത്തൂരിലേക്കും റൈറ്റിലേക്ക് പോകുന്നത് തൃശ്ശൂരിലേക്കുമാണ്. ഈ ഒരു സിഗ്നലിൻ്റെ ലെഫ്റ്റ് സൈഡായി നമുക്ക് പാലക്കാടിലെ ലുലു മാൾ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു സിഗ്നലിന് റൈറ്റിലേക്കുള്ള തൃശ്ശൂർ റൂട്ടിലേക്കാണ് പോവേണ്ടത്. ഇവിടുന്ന് നേരെ പോയാൽ നമുക്ക് ഒടിയൻ്റെ നാടായ തേങ്കുറിശ്ശിയിലേക്ക് എത്താം. ഈ ഒരു സിഗ്നലിന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തേങ്കുറിശ്ശിയിലേക്ക്. കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള മെയിൻ ഹൈവേ ആണിത്. ഈ ഒരു NH വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ പാലക്കാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കെല്ലാം പാലക്കാട് നിന്ന് ബസ് സർവീസുകളുണ്ട്. പാലക്കാട് നിന്ന് നെല്ലിയാമ്പതിയിലേക്കും പറമ്പിക്കുളത്തേക്കും അട്ടപ്പാടിയിലേക്കും KSRTCയുടെ ബസ് സർവീസും അതേപോലെ മലമ്പുഴയിലേക്ക് നിരവധി പ്രൈവറ്റ് ബസ്സുകളുമുണ്ട്. ഇവിടേക്കെല്ലാം നമുക്ക് പാലക്കാട് നിന്ന് ഒറ്റ ദിവസം കൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ ബസ്സിൽ പോയിട്ട് വരാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം വിശദമായ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ കണ്ണനൂർ ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് നേരെയാണ് നമുക്ക് പോവേണ്ടത്. ഈ ഒരു സിഗ്നലിലെ ലെഫ്റ്റ് സൈഡായി നമുക്ക് മനോഹരമായ നെൽപ്പാടങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ കൊയ്ത്തുകാലമായതുകൊണ്ട് അധികം പച്ചപ്പൊന്നും ഉണ്ടാവില്ല. മൺസൂൺ സമയത്തോ അല്ലെങ്കിൽ നവംബർ ഡിസംബറിലോ വന്നു വെച്ചാൽ നമുക്ക് പച്ച പൊതിച്ച മനോഹരമായ നെൽപ്പാടങ്ങളുടെ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഈ ഒരു ഹൈവേന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമുക്ക് കുഴൽമന്ദം ജംഗ്ഷൻ എത്തും. ശരിക്കും അവിടെ നിന്നാണ് നമുക്ക് റൈറ്റിലേക്ക് തിരിയേണ്ടത്. പക്ഷേ അവിടെ ഇപ്പോൾ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് കുത്തനൂരിലേക്കുള്ള എല്ലാ ബസ്സുകളും ഇപ്പോൾ ഈ റൂട്ടിലൂടെയാണ് പോകുന്നത്. 2 വീലറൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മെയിൻ റൂട്ടിൽ കൂടെ തന്നെ പോകാൻ സാധിക്കും. ഈ ഒരു മാർച്ചിലും ഏപ്രിലൊക്കെ പാലക്കാട് ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ മൺസൂൺ സമയത്ത് തന്നെ വരണം. അങ്ങനെ നമ്മളിപ്പോൾ കുഴൽമന്ദം എത്തി. സമയം 8:05 ആയി. ഇവിടെ നിന്ന് ഇനി കുത്തനൂരിലേക്ക് 10 കിലോമീറ്ററും തോലനൂരിലേക്ക് 16 കിലോമീറ്ററും ഉണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് ഞാൻ മുന്നേ പറഞ്ഞ കുഴൽമന്ദം ഹൈവേയിലേക്ക് പോകുന്ന വഴി. എറണാകുളത്തേക്ക് ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് ഈ ഒരു കുഴൽമന്ദം NH നിന്നാണ് ഞാൻ ബസ് കയറുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ നമുക്ക് കോട്ടായ ഭാഗത്തേക്ക് എത്താം. നമുക്കിവിടുന്ന് നേരെയാണ് പോകേണ്ടത്. പിന്നെ ഈ ഒരു കുഴൽമന്ദത്ത് എല്ലാ ശനിയാഴ്ചയും പശുക്കളെയും പോത്തുകളെല്ലാം വിൽക്കുന്ന ഒരു ചന്ത നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ആ ഒരു ദിവസം ഇവിടെ കച്ചവടത്തിനായി വരുന്നത്. ഇതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വലിയ ഗ്രൗണ്ട് തന്നെ കുഴൽമന്ദം ജംഗ്ഷനിലുണ്ട്. ആ ഒരു ചന്ത നടക്കുന്നതുകൊണ്ട് ഈ ഒരു സ്ഥലത്തിനെ കുറേ പേരൊക്കെ ചന്തപ്പുര എന്നും വിളിക്കാറുണ്ട്.
റൈറ്റ് സൈഡായി കാണുന്നത് കുഴൽമന്നത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. പാലക്കാട് നിന്ന് കുഴൽമന്നം വരെ നമ്മൾ വന്നത് ഹൈവേയിലൂടെയായിരുന്നു. ഇനി ഇവിടുന്ന് നമ്മുടെ യാത്ര മനോഹരമായ ഗ്രാമങ്ങളിലൂടെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതലായും കാണാൻ സാധിക്കുന്നത് നെൽപ്പാടങ്ങളും പഴയ തറവാടുകളും അമ്പലങ്ങളുമൊക്കെയാണ്. ഈ കാണുന്നത് കൊളവമൊക്ക് ജംഗ്ഷനാണ്. ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കുളവൻമൊക്കെന്നാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞ് അത് കൊളവമൊക്കെന്നായി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച സ്ഥലങ്ങളാണ് ഈ ഒരു കുളവമുക്കും കുഴൽമന്നവുമെല്ലാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പക്ക പാലക്കാട് നാട്ടിൻപുറങ്ങളുടെ കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിവരിച്ച് ബോറാക്കുന്നില്ല. ലെഫ്റ്റ് സൈഡായി കാണുന്നത് കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ മനോഹരമായൊരു അമ്പലമുണ്ട്. ശിവരാത്രി ദിവസം ആ ഒരു അമ്പലത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഈ ഒരു മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറയുമ്പോൾ പാലക്കാടുകാർക്ക് വേലകളുടെയും പൂരങ്ങളുടെയും കാലമാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തുള്ള ഈ വേലകളും പൂരങ്ങളെല്ലാം കാണാൻ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. ഈ കാണുന്നത് പുൽപ്പുരം എന്ന ബസ് സ്റ്റോപ്പാണ്. ഇവിടുന്ന് കുത്തന്നൂരിലേക്ക് ഇനി 3 കിലോമീറ്റർ ഉണ്ട്. പാലക്കാട് നിന്ന് കുത്തന്നൂരിലേക്കും കുത്തന്നൂരിൽ നിന്ന് പാലക്കാട്ടിലേക്കും നിരവധി പ്രൈവറ്റ് ബസ് സർവീസുകളുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്നത് നെച്ചുളിപ്പാലത്തെ LP സ്കൂളാണ്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്കൊരു സോറി പറയാനുണ്ട്. കാരണം കുറേ കാലമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേരെല്ലാം മെസ്സേജ് അയച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലും എൻ്റെ ഈ ഒരു ചെറിയ ചാനലിനെ കുറിച്ച് ഓർക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും വലിയൊരു താങ്ക്സ് ഉണ്ട്. പിന്നെ വീഡിയോസ് ഇടാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഫോണിൽ തന്നെയായിരുന്നു വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഫോണിൽ തന്നെയാണ് കൂടുതലും ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതുമെല്ലാം. എന്തായാലും ഇനി മുതൽ എല്ലാ ആഴ്ചയിലും വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കുത്തന്നൂർ പഞ്ചായത്ത് ആരംഭിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിന് കുത്തന്നൂർ എന്ന പേര് വരാനുള്ള കാരണം പണ്ടിവിടെ ഒരുപാട് കൂത്ത് നടക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. പാവകളിയുടെ ഒരു രൂപമായ തോൽപ്പാവക്കൂത്തിന്റെ 6 സംഗമങ്ങളിൽ ഒന്ന് കുത്തന്നൂരിൽ നിന്നാണ് ഉത്ഭവിച്ചത്.
ഈ കാണുന്നത് കൽക്കുളം ബസ് സ്റ്റോപ്പാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ നമുക്ക് ചുങ്കമന്നം കോട്ടായ ഭാഗത്തേക്ക് എത്താം. അങ്ങനെ നമ്മളിപ്പോൾ മിൽ റോഡ് എന്ന സ്ഥലത്തെത്തി. സമയം 8:05. ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 1.5 കിലോമീറ്റർ പോയി വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് എത്താം. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. ഈ ഒരു ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പായ തോൽനൂർ വരെ പോയിട്ട് ഈ ഒരു ബസ് റിട്ടേൺ വരുന്ന സമയത്താണ് ഇവിടെ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പായ തോൽനൂരിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലമായതുകൊണ്ട് പറയല്ല, മൺസൂൺ കാലത്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ കാണുന്ന വഴിയിലൂടെ 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയാൽ നമുക്ക് സൺസെറ്റും സൺറൈസും കാണാൻ പറ്റിയ കയറാമ്പാറ എന്ന മനോഹരമായൊരു സ്പോട്ടുണ്ട്. പാലക്കാട്ടിലെ തന്നെ അധികം പേർക്കും അറിയാത്തൊരു ഹിഡൻ സ്പോട്ടാണ് ആ ഒരു കയറാമ്പാറ. ഞാൻ നാട്ടിലുള്ള സമയത്തൊക്കെ ഇടയ്ക്ക് പോകാറുള്ള സ്ഥലമാണത്. ഇതുപോലെ അധികമാരും അറിയാത്ത മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങളുടെ ഈ ഒരു കുത്തനൂരുണ്ട്. അതിൻ്റെ എല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഈ കാണുന്നത് കിഴക്കേത്തറ എന്ന സ്ഥലമാണ്. ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയ 2 ആൽമരങ്ങളും അമ്പലങ്ങളും പിന്നെ അതിനോട് ചേർന്ന് ഒരു കുളവും കൂടിയുണ്ട്. ഈ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലുള്ള അമ്പലങ്ങളും അതേപോലെ പഴയ ഒരുപാട് തറവാടുകളും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളിപ്പോൾ കളപ്പാറ ജംഗ്ഷനിലെത്തി. റൈറ്റ് സൈഡായിട്ട് കളപ്പാറ LP സ്കൂൾ കാണാം. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡായിട്ട് ഈ കാണുന്ന പഴയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ ടോപ്പിലുള്ള ഈ ഒരു കലാ സ്റ്റുഡിയോ കുത്തനൂരിലെ തന്നെ ആദ്യത്തെ സ്റ്റുഡിയോ ആണ്. പണ്ടൊക്കെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നത് ഈ ഒരു സ്റ്റുഡിയോയിലാണ്. ഇപ്പോഴും ഈ ഒരു സ്റ്റുഡിയോ വർക്കിംഗ് ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ നമ്മളിപ്പോൾ കുത്തനൂർ ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് മുപ്പുഴ എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് എത്താം. അത് ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് അവിടെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡായി കാണുന്നത് കുത്തനൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെയാണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ ഇവിടെ പഠിച്ചവരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് കുത്തനൂർ പഞ്ചായത്ത് ഓഫീസ്. ഇവിടെ നിന്ന് തോൽനൂരിലേക്ക് 4-5 കിലോമീറ്റർ കൂടിയുണ്ട്.
നെല്ലറകളുടെ നാടായ പാലക്കാട് നെൽപ്പാടങ്ങൾ മാത്രമല്ല കാണാനുള്ളത്. ശരിക്കും കേരളത്തിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ പാലക്കാട്ടിലേക്ക് വരണമെന്ന് പറയാറുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമങ്ങളോട് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. ഈ കാണുന്നത് മണിയമ്പാറ ജംഗ്ഷനാണ്. ഇവിടുന്ന് നേരെ പോയാൽ നമുക്ക് പെരിങ്ങോട്ടുർശിയിലേക്ക് എത്താം. നമുക്ക് ഇവിടുന്ന് തോൽനൂരിലേക്ക് ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത്. ഇവിടുന്ന് ഇനി തോൽനൂരിലേക്ക് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ബസ്സിന്റെ അവസാന സ്റ്റോപ്പായ തോൽനൂർ എത്താനായി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് തോൽനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്താം. അവിടെയാണ് ഞാൻ +1 +2 പഠിച്ചത്. അവിടെ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ആർട്സ് കോളേജ് കൂടി വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്കെല്ലാം വന്നിട്ട് കുറേ കാലമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് പഴയ ഒരുപാട് മനോഹരമായ ഓർമ്മകളെല്ലാം മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. ഇവിടെ റൈറ്റ് സൈഡായിട്ട് ഒരു അമ്പലമുണ്ട്. അവിടെയാണ് തോൽനൂരിലെ വിഷുവേല നടക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ആ ഒരു വിഷുവേല. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു ബസ്സിന്റെ അവസാന സ്റ്റോപ്പായ തോൽനൂരിലേക്ക് എത്തി. സമയം 8:40. ഇനി ഇവിടുന്ന് ഈ ഒരു ബസ് 9 മണിക്ക് തിരിച്ച് പാലക്കാട്ടിലേക്ക് പോകും. തോൽനൂരിലേക്കുള്ള പ്രൈവറ്റ് ബസ്സുകളും വരുന്നത് ഈ ഒരു സ്റ്റോപ്പ് വരെയാണ്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചെറിയൊരു ഹോട്ടലുണ്ട്. നമ്മുടെ ബസ്സിലെ ചേട്ടന്മാരെല്ലാം അവിടെ പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും തിരിച്ച് വീട്ടിലേക്കായതുകൊണ്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നേരെ പോയാൽ നമുക്ക് അത്തിപ്പൊറ്റ കാവശ്ശേരി ഭാഗത്തേക്ക് എത്താം. ഇവിടുന്ന് ആ റൂട്ടിലേക്ക് 1-2 ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. പാലക്കാട് നിന്ന് ഈ ഒരു തോൽനൂർ സെന്റർ വരെ നിരവധി പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കുള്ള KSRTCയുടെ ടൈമിംഗ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
9 മണിയായപ്പോൾ നമ്മുടെ ഈ ഒരു ബസ് ഇവിടുന്ന് തിരിച്ച് പാലക്കാട്ടിലേക്ക് എടുത്തു. അങ്ങനെ അവിടുന്ന് അതേ ബസ്സിൽ തന്നെ കയറി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. ഇവിടുന്ന് എൻ്റെ നാട്ടിലേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ട സെയിം കാഴ്ചകൾ തന്നെ ആയതുകൊണ്ട് ഒരുപാടൊന്നും കാണിക്കുന്നില്ല. പേരെന്താണ്? എൻ്റെ പേര് രാധാകൃഷ്ണൻ. വീടോ? നെന്മാറ. ഓക്കെ, കാണാം. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് മിൽ റോഡിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. ഇവിടുന്ന് ഉള്ളിലേക്ക് അധികം ബസ് സർവീസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കാൻ വേണ്ടി നമ്മുടെ അനിയൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബസ്സിന് നേരെ പോകുന്നത് പാലക്കാട്ടിലേക്കാണ്. നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്താലും അവസാനം നാട്ടിലെത്തി ഇവിടുത്തെ ഈ കാഴ്ചകൾ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. പാലക്കാട്ടിലെ മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഈ ഒരു തോൽനൂരും പുത്തനൂരുമെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത പാലക്കാട് യാത്രയിൽ ഈ ഒരു സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊള്ളൂ. ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു യാത്ര നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി നെൽപ്പാടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിന്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ. അലയുമീ തെന്നലൻ കരളിലെ തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിന്റെ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ വീടെത്താനായി. അപ്പോൾ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറേ ചിത്രങ്ങളും ഓർമ്മകളും മാത്രമാണ്. കഴിഞ്ഞ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പടി കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും